Hi dear students, in previous class we studied the 10th chapter Ek Parvatiya Kshetra Ki Yatra. Parvatiya Kshetra Ki Yatra. Okay. നോക്കി കുറച്ച് ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? അതൊരു സ്റ്റോറി ആയിട്ട് വരുമായിരുന്നു അല്ലേ? അപ്പോൾ ഏതൊക്കെയാണ് ന്യൂ വേർഡ്സ് എന്ന് നോക്കിയേ. പർവ്വതീയ കലാകൃതിയാം, വാക്കുകൾ ശ്രദ്ധിക്കണം, വായിക്കുവാൻ വേണ്ടി ശ്രമിക്കണം, 5 times എഴുതി പഠിക്കണം. ഓക്കെ, ന്യൂ വേർഡ്സ് ആണ്. പർവ്വതീയ കലാകൃതിയാം വിചരണ് സ്ഥാൻ പഹാഡിയാം നൗകായൻ നൈനിതാൾ ദേവദാർ ഗരുഡ് കാട്ഗോദം ചീണ്ട് ഖുമാനി വർണ്ണൻ ദൃഷ്ടി വിഭിന്ന് ആനന്ദ് ഗർവ് നക്കാശി. എന്താണ്? ഏതൊക്കെ വേർഡ്സ് ആണ് നമ്മൾ പഠിച്ചത്? നമ്മളിത് വായിച്ച് പഠിച്ചതാണല്ലേ. പർവ്വതീയ കലാകൃതിയാം വിചരണ് സ്ഥാൻ പഹാഡിയാം നൗകായൻ നൈനിതാൾ ദേവദാർ ഗരുഡ് കാട്ഗോദാം ചീണ്ട് ഖുമാനി വർണ്ണൻ ദൃഷ്ടി വിഭിന്ന് ആനന്ദ് ഗർവ് നക്കാശി അല്ലേ? അപ്പോൾ ആദ്യമേ നമ്മൾ എന്ത് എഴുതാം? അഡ്രസ്സാണ്. ഒരു ലെറ്റർ റൈറ്റിംഗ് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താണ് എഴുതുന്നത്? നമ്മൾ അഡ്രസ്സ് എഴുതും അല്ലേ? നമ്മുടെ അഡ്രസ്സ് എഴുതും. അതിന് ശേഷം എന്തെഴുതും? അവർ ആർക്കാണോ നമ്മൾ എഴുതുന്നതെന്ന് വെച്ചാൽ പ്രിയരെ, ഡിയർ, ഡിയറസ്റ്റ് അങ്ങനെയൊക്കെ പറഞ്ഞ് റെസ്പെക്റ്റഡ് എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങുന്നത് അല്ലേ? അപ്പോൾ എവിടുന്നാണ് ലെറ്റർ വരുന്നത് നോക്കിയേ. ആനന്ദ് വില്ല ബി 105. അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ വായിക്കും? ദസ് എന്ന് വെച്ചാൽ എന്താണ്? 10 എന്നാണ് അല്ലേ? 5 എന്ന് വായിക്കുന്നതിനൊക്കെ നല്ല എത്രയാണ്? 1,000 ഹസാർ എന്ന് വെച്ചാൽ എന്താണ്? 1000 ആയിപ്പോ അല്ലേ? അപ്പോൾ 1,005 മാൾ റോഡ് നൈനിതാൾ. എവിടുന്നാണ് എഴുതുന്നത്? മാൾ റോഡ് നൈനിതാൾ. മാൾ റോഡ് നൈനിതാൾ. 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 ഓക്കെ. എന്ന് എഴുതിയ ലെറ്ററാണ് 5 എന്ന് പറയുമ്പോൾ 5 അല്ലേ? 5 ചാക്ക് 2000 എത്രയാണ്? 20. 2020 ആണല്ലേ? 2020. പ്രിയ അനുകൽപ്പ് സപ്രേമ നമസ്തേ. प्रिय अनुकल्प सप्रेम नमस्ते. इस बार गर्मियों की छुट्टियों में माँ माता पिता के साथ यह नैनीताल आया हुआ हूँ. प्रिय अनुकल्प അല്ലേ? സപ്രേമ നമസ്തേ ആർക്കാണ് എഴുതുന്നത്? അനുകൽപ്പിനാണ് എഴുതുന്നത് അല്ലേ? പ്രിയ അനുകൽപ്പ് സ്നേഹത്തോടെ എഴുതുക. പ്രിയപ്പെട്ട അനുകൽപ്പ് അല്ലേ? പേരാണ്. സപ്രേമ നമസ്തേ. സപ്രേമ നമസ്തേ എന്ന് പറയാ നമ്മൾ എപ്പോഴെന്ത് ചെയ്യും? നമസ്തേജി അല്ലേ? പ്രായമായിരിക്കുമ്പോൾ നമസ്തേജി ഒന്ന് വണങ്ങും. അതിന് സ്നേഹത്തോടെ നമ്മൾ എഴുതല്ലേ? പ്രിയപ്പെട്ട എന്നൊക്കെ നമ്മൾ ലെറ്റർ റൈറ്റിങ്ങിൽ നമ്മൾ എഴുതും. അതുപോലെയാണ് സപ്രേമ നമസ്തേ. ഇസ് ബാർ ഗർമിയോ കി ചുട്ടിയോ മേ ഗർമിയോ കി ചുട്ടിയോ, ചുട്ടി മീൻസ് അവധി അല്ലേ? ചുട്ടിയോ മേ മാതാപിതാ के साथ हम नैनीताल आया हुआ हूँ. मेरी नानी जी हम रहती है. यह पत्र में वहीं से लिख रहा हूँ. हमें यहाँ आए हुए 4-5 दिन हो गए हैं, किंतु लगता है जैसे कल ही आए हो. दिल्ली से काठगोदाम तक हम रेलगाड़ी से आए थे. यहाँ से मामा जी ने हमें कार में घुमाते हुए नैनीताल पहुँचाए. എങ്ങനെയുള്ള ചുട്ടിയാണ്? വേനൽ അവധിക്കാലം എന്ന് പറയും അല്ലേ? നമ്മളുടെ സ്കൂളൊക്കെ അവധിയുള്ള സമയത്ത് ഇപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. നമ്മൾ വെക്കേഷൻ സമയത്തൊക്കെ നമ്മൾ എവിടെ പോകും? നമ്മൾ ടൂറ് പോകും അല്ലേ? അമ്മയുടെ വീട്ടിലോ അപ്പൂപ്പൻ്റെ ഒക്കെ വീട്ടിലൊക്കെ നമ്മൾ പോകും. അപ്പോൾ എന്താണ്? ഗർമിയുടെ ചുട്ടി അല്ലേ? വേനൽ അവധിക്കാലത്ത് അമ്മയുടെ അച്ഛൻ്റെയും കൂടി എവിടെയാണ് പോയത്? നൈനിതാൾ
പോയി അല്ലേ, നൈനിത്താൾ പോയി. അവിടെ ആരുടെ അടുത്താണ് പോയത്? അമ്മുമ്മയുടെ അടുത്തല്ലേ. നാനി എന്ന് പറയാം അമ്മുമ്മയുടെ അടുത്താണ്. ഈ കത്ത്, പത്രം മീൻസ് എന്താണ്? ലെറ്റർ ആണ് അല്ലേ. ലെറ്റർ എഴുതുന്നത് എവിടെ നിന്നാണ്? അമ്മുമ്മയുടെ അടുത്ത് നിന്ന് തന്നെയാണ്. അപ്പോൾ എന്താണ്? ദില്ലി സേ കാഠ്ഗോദം. ദില്ലി എന്താണ്? ഒരു പ്ലേസ് ആണ് അല്ലേ, പ്ലേസ് ആണ് ദില്ലി. ദില്ലി സേ ദില്ലി തൊട്ട് കാഠ്ഗോദം. കാഠ്ഗോദം കാഠ്ഗോദം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്ലേസ് ആണല്ലേ. കാഠ്ഗോദം വരെ ഞങ്ങൾ ട്രെയിനിലാണ് വന്നത്. അതിന് ശേഷം എന്താണ്? മാമ എന്ന് പറഞ്ഞാൽ അമ്മയുടെ സഹോദരനാണ് അല്ലേ. അമ്മയുടെ സഹോദരൻ ഞങ്ങളെ പിന്നെന്തോ ചെയ്തു? കാറിൽ കൊണ്ടുവന്നു. സച്ച് ദോസ്ത് ക്യാ ബതാവും पर्वतीय क्षेत्र की यात्रा का आनंद वास्तव में अनोखा है. पर्वतीय क्षेत्र എന്ന് വെച്ചാൽ എന്താണ്? പർവ്വതത്തിന്റെ മുകളിലേക്കുള്ള യാത്ര അല്ലേ. पर्वतीय क्षेत्र की यात्रा बहुत अनोखा है മീൻസ് വളരെ അനോഖ എന്ന് വെച്ചാൽ ഊഹിക്കാൻ പോലും പറ്റാത്തത്ര അല്ലേ, വളരെ നല്ലത് ആയിരുന്നു. कार गोल गोल पहाड़ियों पर तेजी से घूम रही थी और ठेठी मेठी सड़क नागिन के समान लगती थी. मैं पहली बार यहाँ आया था, अतः बहुत ही प्रसन्न व उत्सुक था. बड़े बड़े पेड़ किसी दैत्य से कम नहीं थे. नैनीताल पहुँचने से पहले ही दूर से बर्फ से ढके पर्वत नजर आने लगे. ठंड बढ़ने लगी. मुझे बहुत मज़ा आ रहा था. खाड़ियों में ऊंचे पेड़ घुमटते बादल और चारों और हरियाली. പോകുന്ന വഴികളിലല്ലേ, പർവ്വതം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എങ്ങനെയുള്ളതായിരിക്കും? വളരെ ഉയരത്തിലുള്ളതായിരിക്കും അല്ലേ. അപ്പോൾ പോകുന്ന വഴികൾ എങ്ങനെയായിരിക്കും? റൗണ്ടിലിങ്ങനെ ചുറ്റി പോകുന്ന വഴികളായിരിക്കും അല്ലേ. അവിടേക്ക് എന്തായിരിക്കും? ഭയങ്കര തണുപ്പായിരിക്കും. ഹരിയാലി മീൻസ് പച്ചപ്പാർന്ന അല്ലേ. ആ വഴികളൊക്കെ വളരെ മനോഹരമായിരുന്നു. ओके, क्या सुहाना नजारा था. तभी नीचे झांककर देखा तो रोमांच हो आया. मेरी बहन तो डर से पीली पड़ गई और मैंने भी आंखें बंद कर ली. ले रोमांच हो गया. तभी नीचे झांककर देखा तो മുകളിൽ നിന്ന് താഴേക്ക് നമുക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്നൊരു ഒരു അസ്വസ്ഥത ഉണ്ടാവും അല്ലേ. ഭയങ്കര കുഴിയിലേക്ക് താഴേക്ക് നോക്കുമ്പോൾ അപ്പോൾ എൻ്റെ സഹോദരി ബഹൻ എന്താണ്? ബഹൻ ഭായി അല്ലേ. സഹോദരനും സഹോദരിയും ബഹൻ. അങ്ങനെ സഹോദരി കണ്ണുകൾ അടച്ചു നിന്നു. ഭായി സഹോദരൻ എന്താണ് നമ്മൾ പറയുന്നത്? ഭായി, ബഹൻ ഭായി. അപ്പോൾ എന്താണ് സംഭവിച്ചത്? അവള് കണ്ണുകൾ മുറുക്കി അടച്ച് ഇരിക്കും അല്ലേ. മേനെ ഭി ആംഖേ ബന്ദ് കർലി. ഞാനും എന്ത് ചെയ്തു? എൻ്റെ കണ്ണുകളും അടച്ചു. ബംഗൾ മേ नीचे गहरी आई खाई थी जहाँ देवदार और चींट के ऊंचे ऊंचे वृक्ष ചൂം രഹേ ഥേ. എന്തിൻ്റെയൊക്കെ വൃക്ഷങ്ങളാ? ദേവദാറിൻ്റെയും ചീണ്ടിൻ്റെയും വൃക്ഷങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിയേ. ലഘു एक घंटे की यात्रा के पश्चात हम नानी के घर पहुँच गए. ഏകദേശം ഒരു മണിക്കൂർ യാത്ര കഴിഞ്ഞപ്പോൾ ഞാൻ എവിടെ ചെന്നു? എൻ്റെ നാനി, എൻ്റെ മുത്തശ്ശിയുടെ വീട്ടിൽ എത്തിച്ചേർന്നു. ഘർ മീൻസ് വീട്. ഘർ മീൻസ് വീട്. നാനി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാൻമയാണ്. എന്താണ്? ഗ്രാൻമ, മുത്തശ്ശി, അമ്മയുടെ അമ്മയെ പറയുന്നതാണ് നാനി. ഓക്കെ, ദാദി എന്ന് പറഞ്ഞാൽ എന്താണ്? അച്ഛൻ്റെ അമ്മയെ പറയുന്നതാണ് ദാദി. എന്താണ്? दादी. लगभग 1 घंटे की यात्रा के पश्चात हम नानी के घर पहुंच गए. घर के सामने ही ताल दिखाई दे रहा था. वहीं पर नैना देवी का मंदिर भी थी. इस मंदिर और ताल के नाम पर इस जगह का नाम पड़ा नैनीताल. नैनीताल എങ്ങനെയാണ് ആ പേര് വന്നേന്ന് നോക്കിയേ. ഘർക്കെ സാമനെ കി താൽ ദിഖായി ദേ രഹാ താ. വഹീം പർ നൈനാ ദേവി കാ മന്ദിർ ഥാ. നൈനാ ദേവി ഒരു ക്ഷേത്രമാണ് അല്ലേ. ഒരു ക്ഷേത്രമുണ്ട്. ഏത് ദേവിയുടെ ക്ഷേത്രമാണ്? നൈനി ദേവിയുടെ ഒരു ക്ഷേത്രമുണ്ട്. ആ നൈനി ദേവിയുടെ ക്ഷേത്രത്തിലെ ആ പേര് വെച്ചുകൊണ്ട് തന്നെയാണ്
ഈസ് ജഗഹ് കാ നാം, ഈസ് ജഗഹ് എന്ന് വെച്ചാൽ എന്താണ്? ജഗഹ് പ്ലേസ്, ജഗഹ് മീൻസ് പ്ലേസ്. ഈ ജഗഹ് പ്ലേസ്, ഈ സ്ഥലത്തിൻ്റെ പേര് കിട്ടിയത് എങ്ങനെയാണ്? നൈനി ദേവിയുടെ ടെമ്പിളുണ്ട്. താൾ എന്താണ്? താൾ घर के सामने ही ताल दिखाई दे रहा था, वहीं पर नैना देवी का मंदिर भी था. ഒരു പ്ലേസ് ഉണ്ട് അല്ലേ, വീടിൻ്റെ അടുത്തായിട്ട് ഒരു പ്ലേസ് ഉണ്ട്. അതിനെ പറയുന്ന അത് ഏത് പ്ലേസാണ്? ഒരു നൈനി ദേവിയുടെ പ്ലേസാണ്. ആ പ്ലേസിൽ പറയുന്ന സ്ഥലത്തിൻ്റെ ആ ദേവിയുടെ ഒരു നാമകരണത്താലാണ് ആ സ്ഥലത്തെ എന്ത് പേര് വന്നത്? നൈനി താൾ. ഇത് താൾ नैनीताल का प्रमुख ताल माना जाता है. चारों तरफ हरी भरी पहाड़ियों से घिरा ताल और उस पर ऊंचे ऊंचे हरे वृक्ष उस स्थान के सौंदर्य का दो गुना कर रहे थे. ആ സ്ഥലം താൾ എന്ന് പറഞ്ഞാൽ നൈനിതാൾ എന്ന് പറയുന്ന സ്ഥലം വളരെ പ്രമുഖമാണെന്ന്, വളരെ പ്രശസ്തമാണ്. ചാരോം തരഫും 4 സൈഡിലും എന്താണ്? പഹാഡിയോം സേ ഖിരാതാൾ, പഹാഡിയോം സേ ഖിരാതാൾ ഔർ ഉസ് പർ ഊഞ്ചെ ഊഞ്ചെ ഹരേ വൃക്ഷ. പഹാഡിയോം വെച്ചാൽ മലകളാണ്, 4 ചുറ്റും മലകളാൽ നിർമ്മിക്കപ്പെട്ട് വളരെ വലിയ വൃക്ഷങ്ങളാൽ കാണപ്പെടുന്ന സ്ഥലമാണേത്? നൈനി താൾ. ആ വൃക്ഷം നോക്കിയേ, ഉസ് സ്ഥാൻ കെ സൗന്ദര്യക്കോ ദോ ഗുണ കർ രഹേ थे. ആ സൗന്ദര്യം, ആ സ്ഥലത്തിൻ്റെ സൗന്ദര്യം അല്ലേ, ആ സ്ഥലത്തിൻ്റെ സൗന്ദര്യം എന്താണ്? ദോ ഗുണം എന്ന് വെച്ചാൽ ഇരട്ടിയാണെന്ന്. ആ വൃക്ഷത്തിൻ്റെയും ആ പച്ചപ്പാർന്ന ആ സ്ഥലത്തിൻ്റെയൊക്കെ ഗുണമാണ് വർണ്ണിക്കുന്നത്. ഈ സ്ഥലക്ക് ലംബായി 1.5 किलोमीटर तथा चौड़ाई लगभग 50 मीटर होगी. यह पूरे वर्ष पानी से तबालब भरा रहता है. यहाँ नौकायन के लिए नौकाएं चलती है. हमने स्वयं चलाने वाली नौका ली और खूब घूमी ताकि पानी काफ़ी ठंडा था. छोटी छोटी मछलियाँ भी तैरती हुई नजर आ रही थी. ആ ഒരു വെള്ളത്തിലല്ലേ, താഴ്ന്നു വെച്ചാൽ എന്താണ്? ആ കുളം കണക്കൊരു വെള്ളമുണ്ട്. കുളം കണക്കൊരു വെള്ളത്തിന് ചുറ്റും എന്തുണ്ട്? പഹാടിയ മലകളുണ്ട്. മലകളുടെ അടുത്ത് എന്താണ് ഉള്ളത്? കുറേ വൃക്ഷങ്ങളുണ്ട്. ആ താളിലെ വെള്ളം എങ്ങനെയുള്ളത്? വളരെ ടണ്ട, വളരെ തണുപ്പുള്ളതാർന്ന്, വളരെ തണുപ്പുള്ള ആ വെള്ളം അല്ലേ. അവിടെ എന്തുണ്ട്? നൗകായനുണ്ട്. നൗക എന്താണ്? ബോട്ട് സവാരിക്കുള്ള സൗകര്യമുണ്ട്. ബോട്ട് സൗകര്യമുണ്ട്. അപ്പം എന്താണ്? ആ ബോട്ടിൽ നൗകായൻ എന്ന് വെച്ചാൽ എന്താണ്? ബോട്ട് ഓടിക്കുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നൗകായൻ. നൗക എങ്ങനെയുള്ളതാണ്? നൗക ബോട്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും അതിലൂടെ കറങ്ങാൻ പറ്റുമെന്ന്, കയറി അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ പറ്റും. ഹുംന വെച്ചാണ് കാണാൻ പോകുക അല്ലേ, അവിടെ എവിടെയും കറങ്ങി കാണുന്നതിനെയാണ് ഹുംന എന്ന് പറയുന്നത്. संध्या के समय हम माल रोड पर घूमने निकले. वहाँ हमने विभिन्न वस्तुओं की कई दुकानें देखी. സന്ധ്യാസമയത്തിൽ മാൾ റോഡിൽ എന്താണ് നമ്മൾ കറങ്ങാൻ പോയപ്പോൾ वहाँ हमने विभिन्न वस्तुओं की कई दुकानें देखी. പല രീതിയിലുള്ള എന്താണ് വസ്തുക്കൾ വെച്ചിട്ടുള്ള എന്ത് കണ്ടു? ദുക്കാനെ മീൻസ് കടകൾ. ദുക്കാൻ കടകളാണ്. എന്താണ് നമ്മൾ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടല്ലേ? എന്താണ് കണ്ടിട്ടുള്ളത്? ദുക്കാൻ കടകൾ, പല കടകൾ കണ്ടിട്ടുണ്ടല്ലേ, ഓരോ സാധനങ്ങളൊക്കെ വിൽക്കുന്ന. അതുപോലെ നോക്കിയേ ലക്കടി को काटकर बहुत सुंदर कलाकृतियाँ बनाई गई थी. ലക്കടി എന്താണ്? ലക്കടി എന്ന് പറഞ്ഞാൽ തടികളാണ്. തടികൾ കൊണ്ടുള്ള സുന്ദരമായ കലാകൃതിയാം ചെയ്തിട്ടുള്ള സാധനങ്ങൾ അവിടെ ഉണ്ട്, വസ്തുക്കൾ. രംഗീൻ മോം സേ ബനി വിഭിന്ന സുന്ദർ മൂർത്തിയാം ഫി ബേജോ ഥേ. അവിടെ എന്താണുള്ളത്? പിന്നെ പല രീതിയിലുള്ള ശില്പങ്ങളൊക്കെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. दूसरे दिन വേറൊരു ദിവസം മാമാജി ഹമേ 7 ताल दिखाने ले गए. 7 झीलों के इस समूह में ऊंची पहाड़ियों से घिरा गरुड़ के आकार का एक ताल है. അവിടെ दूसरे दिन വേറൊരു ദിവസം അടുത്ത താൾ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയി. അവിടെ എങ്ങനെയാണുള്ളത്? ഗരുഡ് കെ സാമാൻ.
ഗരുഡിൻ്റെ സമാനമായ രീതിയിലുള്ള താലായിരുന്നു. താൽ മീൻസ് എന്താ? കുളം. കുളം അല്ലേ? കുളം, നദി അല്ലേ? നമ്മുടെ കന്യാകുമാരി പോയിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ? കടലിൻ്റെ സമീപത്ത് അല്ലേ? കടലിൻ്റെ അക്കരെ നമ്മൾ എവിടെ എന്ത് കാണാൻ പോകും? വിവേകാനന്ദ പാറ കാണാൻ പോകും അല്ലേ? അതുപോലെയാണ് ഇവിടെ അല്ലേ? താളിന് സമീപത്തായിട്ടാണ് എന്തുള്ളത്? നൈനി ദേവിയുടെ ടെമ്പിൾ ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇപ്പോൾ എവിടെയാണ് പോയത്? അടുത്ത ഒരു താൾ കാണാൻ പോയപ്പോൾ അവിടെ എന്താണുള്ളത്? സമൂഹക്ക് ഊഞ്ചി പഹാടിയോം സെ ഘിര ഗരുഡിക്ക് ആകാർ കാ ഏക് താൽ ഹെ. അവിടുത്തെ താൽ എങ്ങനെയാണുള്ളത്? ഗരുഡിക്ക് ആകാർ. എങ്ങനെയാണ്? ഗരുഡിക്ക് ആകാർ. ജിസ്കി ചാരോ തർഫ് ലേച്ചി വ ഖുമാനി के पेड़ लदे पड़े थे देवदार के वृक्षों और उनके देवदारू वृक्षम കേട്ടിട്ടില്ലേ? उनके फूलों से पूरा ताल घिरा हुआ था चारों और सुगंध फैली थी. कुछ दूरी पर भीमताल था जिसके किनारे कमल के फूल खिले थे. അടുത്ത ഒരു കുളം ഏതാണ്? ഭീമതാൽ. അവിടെ എന്താണുള്ളത്? കമൽ. കമൽ മീൻസ് ലോട്ടസ്. കമൽ ലോട്ടസ്. ലോട്ടസിന്റെ പൂക്കളാണുള്ളത് അല്ലേ? കമൽ. മറ്റേ ആദ്യം പറഞ്ഞ എന്താണ്? ഏത് വൃക്ഷമാണുള്ളത്? ഏത് വൃക്ഷമാണ്? ദേവദാരു. ദേവദാരു വൃക്ഷം. ഓക്കെ, ആ വൃക്ഷത്തിൻ്റെ പൂക്കൾ കൊണ്ട് വളരെ മനോഹരമാണ്, വളരെ സുഗന്ധം പരക്കുന്ന ഒരു കുളമാണ് അല്ലേ? കുളത്തിൻ്റെ അടുത്താണ് ഇവിടെ രണ്ടാമത്തെ ദിവസം, മറ്റൊരു ദിവസം മാമൻ കൊണ്ടുപോയത്. हनुमान गिरी के लिए एक ऊंची पहाड़ी पर चढ़ना पड़ा. वहाँ पर दिल दहला देने वाली गहरी हनुमान गिरी के अंदर नोके हनुमान गिरी के लिए एक ऊंची पहाड़ी पर चढ़ना पड़ा. वहाँ पर दिल दहला देने वाली गहरी खाई थी. पत्र बहुत लंबा हो गया है. मैं जल्दी ही तुम्हें यहाँ के कुछ चित्र भेजूँगा. यहाँ से जाने की बिल्कुल इच्छा नहीं है, परंतु छुट्टियाँ खत्म होने से पहले घर वापस पहुँचना होगा. अगली बार तुम भी मेरे साथ यहाँ आना. അപ്പോൾ ഓരോ കാര്യങ്ങളും അവിടെയുള്ള കാര്യങ്ങൾ വർണ്ണിച്ചുകൊണ്ടുള്ള ഒരു ലെറ്ററാണ് എഴുതുന്നത്. ആർക്ക് എഴുതുന്നത്? അനുകൽപ്പിന് എഴുതുന്നത് അല്ലേ? അപ്പോൾ അതിനുശേഷം എന്താണ് വർണ്ണിച്ചതിന് ശേഷം അടുത്തത് പറയുന്നത് എന്താണ്? പത്ര ബഹുത്ത് ലംബാ ഹോഗിയ. ലെറ്റർ വളരെ നീളമുള്ളതായി പിന്നെ ഒത്തിരി എഴുതി എന്നുള്ള മീനിങ് ആണ് വരുന്നത്. मैं जल्दी ही ഞാൻ വളരെ പെട്ടെന്ന് തുമേ യഹാക്കെ കുച്ച് ചിത്ര ഭേജുങ്ക. ഞാൻ ഇവിടുത്തെ കുറച്ച് ചിത്രങ്ങൾ ഫോട്ടോസ് ഒക്കെ എടുത്ത് ഞാൻ സെൻഡ് ചെയ്യാം. मैं जल्दी ही तुम्हें यहाँ के कुछ चित्र भेजूंगा. ഞാൻ ഇവിടുത്തെ ഒക്കെ ഉള്ള കുറച്ച് വളരെ പെട്ടെന്ന് ജൽദി ജൽദി വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കുറച്ച് ചിത്രങ്ങൾ എടുത്ത് സെൻഡ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യുന്നത് നോക്കേ? ഹംസി ജാനേക്ക് ബിൽക്കുൽ ഇച്ഛ നഹി ഹേ. എനിക്ക് ഇവിടെ നിന്ന് തിരിച്ചു വരാൻ വേണ്ടി എനിക്കൊരു ഇച്ഛ ആഗ്രഹവും ഇല്ല. പരന്തു ചുട്ടിയാം ഖതം ഹോനെ സെ പഹലെ. പരന്തു പക്ഷേ ചുട്ടിയാം ഖതം ഹോനെ എന്ന് പറയുന്നത് എന്താണ്? ഈ വേനൽ അവധി കഴിയുമ്പോഴത്തേക്കും ഞാൻ പഹലെ മുമ്പ് എന്ത് ചെയ്യണം? ഘർ വാപ്പസ് പഹുഞ്ചന ഹോഗ. വീടിൻ്റെക്ക് തിരിച്ചെത്തണം. എന്തിനാണ് വീട്ടിൽ തിരിച്ചെത്തുന്നത്? സ്കൂളിൽ പോകണം അല്ലേ? നെക്സ്റ്റ് ഇയർ ആയി, നെക്സ്റ്റ് ക്ലാസ് ആയി. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത ക്ലാസ്സുകളിലേക്ക് പഠിക്കുവാൻ പോകണം. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കി? അകലി ബാർ തുമ്പി മേരെ സാത്ത് യഹാ ആന. അടുത്ത തവണ അല്ലേ? നെക്സ്റ്റ് ടൈം നിങ്ങളും കൂടി എന്ത് ചെയ്യണം? എൻ്റെ ഒപ്പം വരണം. സബ് ബഡോങ്കോ മേര പ്രണാം. എല്ലാവർക്കും എൻ്റെ പ്രണാമം. ബംഡി ഔർ ബബ്ലു കോ പ്യാർ. ബംഡി ഔർ ബബ്ലു കോ പ്യാർ സേ. എന്താണ്? കുഞ്ഞനിയനെയൊക്കെ പറയുന്നത് എന്താ പറയുന്നത്? ബംഡി ഔർ ബബ്ലു കോ പ്യാർ സേ. വളരെ സ്നേഹത്തോടു കൂടി പറഞ്ഞ് തുമാര പ്രിയമിത്ര. പ്രിയമിത്ര എന്ന് വെച്ചാൽ തുമാര നിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ എന്ത് കത്ത് നിർത്തുവാണല്ലേ? അപ്പം തുമാര പ്രിയമിത്ര പ്രശാന്ത് പന്ത്. എന്താണ് പ്രശാന്ത് പന്ത്? പ്രശാന്ത് പന്ത് ആർക്കാണ് ലെറ്റർ എഴുതുന്നത്? ആർക്കാ? അനു കൽപ്പിന് എഴുതിയ ലെറ്ററാണ് അല്ലേ? അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങളും കൂടി ഇനി വർണ്ണിച്ച് പറയുവാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വിശദീകരിച്ച് പഠിക്കാം. ഓക്കെ, അവിടുത്തെ താളിനെ കുറിച്ചൊക്കെ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് ശബ്ദാർത്ഥം നോക്കിയേ. ദൃഷ്ടി, ദൃഷ്ടി, നസർ. നെക്സ്റ്റ് പർവ്വതീയ, പർവ്വതത്തെ സംബന്ധിത, പർവ്വതത്തെ സംബന്ധിച്ചുള്ള യാത്ര, സഫർ. ഓക്കെ, വിഭിന്ന കൈ പ്രകാർ പല രീതിയിലുള്ള വിചരണ, ഘൂംന.
ഘൂംന കറങ്ങുക, ആനന്ദ് സന്തോഷം അല്ലേ, മസ ഗർവ്, ഘമണ്ട് അഹങ്കാരം, സ്ഥാൻ ജഗഹ് പ്ലേസ് ആണ്. നോക്കിയേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, പാഠ് മേ കौन से स्थान की यात्रा का वर्णन किया जाता है? ഏത് സ്ഥലത്തിന്റെ വർണ്ണനയാണ് നമ്മുടെ ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്നത്? നൈനിതാളിന്റെ ആണ് അല്ലേ. ഏത് പ്ലേസിന്റെ ആണ്? നൈനിതാൾ. शब्दार्थ नोकिए, दृष्टि, दृष्टि, नजर, पर्वतीय, पर्वत से संबंधित, വിഭിന്ന കൈ പ്രകാർ. നോക്കി എന്തൊക്കെയാണ് വേർഡ്സ് എന്ന്. ദൃഷ്ടി, നസർ, ദൃഷ്ടി, നസർ, पर्वतीय, पर्वत से संबंधित, पर्वत से संबंधित. ओके, यात्रा, സഫർ, യാത്ര ജേണി ആണ് അല്ലേ, യാത്ര സഫർ. എന്താണ് പറയുന്നത്? മറ്റൊരു വാക്ക് ഏതാണ്? സഫർ. എന്താണ് സഫർ? വിഭിന്ന കൈ പ്രകാർ, വിഭിന്ന കൈ പ്രകാർ. കൈ പ്രകാർ എന്ന് വെച്ചാൽ പല രീതിയിലുള്ള, പല രീതിയിൽ ഉള്ള. നെക്സ്റ്റ് വിചരണ. വിചരണ, വിചരണ എന്ന് മീൻസ് എന്താണ്? ഘൂംന. ആനന്ദ്, മസ സന്തോഷം, ഗർവ് ഘമണ്ട് അഹങ്കാരം, സ്ഥാൻ ജഗഹ് പ്ലേസ് ആണ്. ओके ओके, विचरण घूमना, विचरण घूमना, आनंद, मसा, गर्व, घमंड, स्थान जगह प्लेस ആണ്. ജഗഹ്. വിചരണ മീൻസ് ഘൂംന. നമ്മൾ യാത്രയൊക്കെ പോകത്തില്ലേ കറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ, അതിനെ പറയുന്നതാണ് വിചരണം. ആനന്ദ് എന്താണ്? മസ സന്തോഷം. ഓക്കെ, ഗർവ് ഘമണ്ട് അഹങ്കാരം, സ്ഥാൻ ജഹ് പ്ലേസ്. എന്താണ്? പ്ലേസ്. नेक्स्ट ओके, उत्तर द्वैल पाठ में कौन से स्थान की यात्रा का वर्णन किया जाता है अल्ले. ഏത് സ്ഥലത്തേക്കുള്ള യാത്രയുടെ വർണ്ണനമാണ് ചെയ്തിരിക്കുന്നത്? നൈനിതാൾ. एक पर्वतीय क्षेत्र की यात्रा. ഏത് ക്ഷേത്രത്തിന് ഏതാണ്? एक पर्वतीय, एक पर्वतीय क्षेत्र की यात्रा. एक पर्वतीय നൈനിതാളിലുള്ള ഒരു പർവ്വതത്തിന്റെ മുകളിൽ അല്ലേ, പർവ്വതത്തെ സംബന്ധിച്ചുള്ള पर्वतीय क्षेत्र की यात्रा. एक पर्वतीय क्षेत्र की यात्रा. ओके, सेकंड क्वेश्चन, पत्र किसने और किसको लिखा है? ले, प्रशांत पंत किसके लिए
അനുകൽപ്പ് के लिए അനുകൽപ്പ് പത്ര കിസ്നെ കിസ്കോ എങ്ങനെ എഴുതാം പ്രശാന്ത് പന്തിനെ ആർക്കാണ് എഴുതുന്നത് അനുകൽപ്പ് के लिए പ്രശാന്ത് ആർക്ക് വേണ്ടിയിട്ടാണ് എഴുതുന്നത് പ്രശാന്ത് പന്ത് ने किसके लिए अनुकल्प 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 प्रशांत पंत ने अनुकल्प के लिए लिखा है के लिए ओके फर्स्ट क्वेश्चन है पाठ में कौन से स्थान की यात्रा का वर्णन किया जाता है एक पर्वतीय क्षेत्र की यात्रा का वर्णन किया जाता है पत्र किसने और किसको लिखा है ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ലെറ്റർ എഴുതുന്നതാണ് ചോദിച്ചിരിക്കുന്നത് പ്രശാന്ത് പന്തിനെ അനുകൽപ്പ് के लिए लिखा है किसके लिए लिखा है प्रशांत पंत ने अनुकल्प के लिए लिखा है ओके नेक्स्ट क्वेश्चन है काठगोदाम से नैनीताल की यात्रा कैसे की गई है काठगोदाम से नैनीताल की यात्रा कैसे की गई है काठगोदाम से नैनीताल की यात्रा कैसे എങ്ങനെയാണ് നൈനിതാൾക്ക് യാത്ര പോയത് നൈനിതാൾ ഡൽഹിയിൽ നിന്ന് കാഠ്ഗോദം വരെ നമ്മൾ വായിച്ച ഏതിലാണ് പോയത് ട്രെയിനിലാണ് പോയത് അല്ലേ എങ്ങനെയാണ് നമ്മൾ പോയതെന്ന് വായിച്ച് നോക്കിയേ ചാപ്റ്ററിലുണ്ട് എങ്ങനെയാണ് പോയത് ലഖോഗേക്ക് ഖണ്ഡേക്ക് യാത്ര പശ്ചാത്തലമേ നാനിക്ക് ഘർ ഗയിലെ അത് കഴിഞ്ഞിട്ട് കൊടുത്തിട്ടുള്ള പാരഗ്രാഫിലാണ് എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് ഏക് താൽ നൈനിതാൽ കാ പ്രമുഖ് എങ്ങനെയാണ് പോയത് ബസ്സിലാണോ പോയത് ജീപ്പിലാണോ പോയത് എങ്ങനെയാണ് പോയത് ഏക്ക് ചാപ്റ്റർ വായിച്ച് നോക്കിയേ എങ്ങനെയാണ് പോയതെന്ന് एक ताल नैनीताल बहुत प्रमुख ताल माना जाता है चारों तरफ हरी भरी पहाड़ियों से घिरा ताल और उस पर ऊंचे ऊंचे हरे वृक्ष उस स्थान का सौंदर्य को दोगुण कर रहे थे इस ताल की लंबाई 1.5 किलोमीटर എങ്ങനെയാണ് പോയത് നൗക്കയിലാണ് പോയത് അല്ലേ എങ്ങനെയാണ് പോയത് നൗക്കയിൽ എങ്ങനെയാണ് പോയത് നൗക ബോട്ടിലാണ് പോയത് അമ്പലത്തിലേക്ക് അങ്ങനെ പോയത് അല്ലേ ആദ്യമേ നമ്മൾ ഫസ്റ്റ് എന്താണ് കാഠ്ഗോദം സേ ഡൽഹി വരെ അല്ലേ ഡൽഹി സേ കാഠ്ഗോദം വരെ നമ്മൾ ട്രെയിനിലാണ് പോയതെന്ന് പറഞ്ഞു അതിനുശേഷം നമ്മൾ അവിടെ ചെന്നതിന് ശേഷം നമ്മൾ ക്ഷേത്രത്തിലേക്ക് നൈനിതാളിലേക്ക് എങ്ങനെയാണ് പോയത് നൗക വഴിയാണ് പോയത് എങ്ങനെയാണ് ബോട്ടിലൂടെയാണ് പോയത് അല്ലേ നെക്സ്റ്റ് എന്താണ് നോക്കിയത് ओके क्वेश्चन कौन सी देवी का नाम पर नैनीताल का नाम पड़ा ഏത് ദേവിയാണ് നൈനി ദേവി അല്ലേ നൈനി ദേവി के नाम पर नैनीताल का नाम पड़ा अले ഈ അതുപോലെ നോക്കിയ पर्वत क्षेत्र में पाए जाने वाले किन्हीं दो वृक्षों के नाम बताइए എന്ന് പറഞ്ഞു അപ്പോൾ ഏതൊക്കെ വൃക്ഷങ്ങളുടെ പേരുകളാണ് നമ്മുടെ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞത് ഒന്ന് ദേവദാരു പിന്നെ ഏതാണ് പറഞ്ഞത് ചീണ്ട് ഏതാണ് ദേവദാരു ചീണ്ട് അല്ലേ ദേവദാരു രണ്ട് വൃക്ഷങ്ങളുടെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ ദേവദാരു ആവോ ചീണ്ട് ഓക്കെ ഓക്കെ ചിൽഡ്രൻ നമുക്ക് ബാലൻസ് പോർഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ലതുപോലെ പഠിക്കാം ഓക്കെ ടുഡേ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു നമുക്ക് ഈ ടെക്സ്റ്റ് നെക്സ്റ്റ് നോട്ട്സൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം ഓക്കെ ചിൽഡ്രൻ വൈൻഡപ്പ് ദ ക്ലാസ് നല്ലതുപോലെ ടെക്സ്റ്റ് നല്ലതുപോലെ വായിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പ് വഴി ചോദിക്കണം നോട്ട്സൊക്കെ വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും ഓക്കെ ചിൽഡ്രൻ വൈൻഡപ്പ് ദ ക്ലാസ് സീ യു